ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡി വണ്ടി നമ്മൾ വർക്കിന് ആയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പറഞ്ഞുകൊണ്ട് 2 വർക്ക് പറഞ്ഞിട്ടുള്ളൂ. എഞ്ചിൻ ഓയിൽ ചെക്കപ്പ്, അതേപോലെ തന്നെ ബ്രേക്ക് ചെക്കപ്പ്, ഫ്രണ്ടും ബാക്കും ബ്രേക്ക് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. ബ്രേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, ബാക്കിലത്തെ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട് ബ്രേക്കും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കുമ്പോൾ കുറേ കൂടി ഓടാനുണ്ട്. ഏകദേശം നമുക്കിപ്പോൾ 2400 കിലോമീറ്റർ ആയിട്ടുള്ളൂ. 1600 കിലോമീറ്റർ ഓടിയതിന് ശേഷം മാറ്റിയാൽ മതി. നല്ല ഓയിലാണ് കിടക്കുന്നത് കേട്ടോ. ലെവൽ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ അതിനകത്ത് നമുക്കുണ്ടല്ലോ അടുത്ത ആ ഓയിൽ ചേഞ്ചിൽ കയറുന്ന സമയത്ത് സർവീസായിട്ട് കയറ്റാൻ പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ബാക്കിലത്തെ ഗിയർ ബോക്സിൻ്റെ സൈഡിൽ ചെറിയൊരു ലീക്കേജ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അഴിക്കണമെന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സ് ഇറക്കണം. അതായത് ഉള്ളിലാണ് അതിൻ്റെ ഓയിൽ സീൽ വന്നതാണ് കേട്ടോ. അപ്പോൾ മൊത്തം ഗിയർ ബോക്സ് ഇറക്കിയിട്ട് ചെയ്യേണ്ടി വരും ഓയിൽ സീൽ മാറ്റാനായിട്ട്. അപ്പോൾ നമുക്ക് സർവീസിൻ്റെ കൂട്ടത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് അതിനകത്ത് ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ കഴിക്കണം, സർവീസിനകത്ത് വരും. ബാക്കിയത്തെ ഗിയർ ബോക്സിൻ്റെ എമൗണ്ട് മാത്രം, ലേബർ ചാർജ് മാത്രം മതിയാവും. അപ്പോൾ കുറച്ച് പൈസ അതിനകത്ത് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒന്നോരം അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഗിയർ ബോക്സിൻ്റെ മാത്രമായിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കാരണം വലിയ താമസിച്ചായിട്ട് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ സർവീസിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് മെച്ചമായിരിക്കും. അതുകൊണ്ട് അങ്ങ് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് അത് അടുത്ത നെക്സ്റ്റ് ഏകദേശം ഒരു 600 കിലോമീറ്ററിനാണ് നമുക്ക് എഞ്ചിൻ ഓയിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ ആ കൂട്ടത്തിലുള്ള സർവീസായിട്ട് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറേ കൂടി ബെറ്റർ. അതേപോലെ തന്നെ കറക്റ്റായിട്ട് ആ ഗിയർ ബോക്സ് ലീക്കേജസ് കൃത്യമായിട്ട് പറഞ്ഞ് മാറ്റി ചെയ്യുക. കാരണം അതല്ലെങ്കിൽ കുറേ കൂടി ഓടുന്തോറും ഗിയർ ബോക്സിൻ്റെ മെയിൻ ബെയറിങ് കംപ്ലയിൻറ്റ് വരും. വീല് ഒരു ചെറിയൊരു ഷേക്ക് കാര്യങ്ങൾ വരും. ബ്രേക്ക് ചതയുന്ന രീതിയിൽ വരും. അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് കൂടി വരും ഇതിനകത്ത് കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. ബാക്കിയത്തെ വർക്ക് ഞാനിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മൈനർ ചെക്കപ്പായിട്ടാണ് ചെയ്തേക്കണേ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിൽ ഇട്ടേക്കാം. ഓക്കെ.